യാത്രക്ക് മുൻപായിട്ടൊരു ആശുപത്രി സന്ദർശനം അത് ഞങ്ങൾക്ക് പതിവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, ആ നിൽക്കുന്ന ആൾക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ചീട്ടൊക്കെ പിടിച്ചിട്ട് വലിയ കാര്യമായിട്ട് തന്നെ നിൽക്കുന്നത് കേട്ടോ. ഒരു ജലദോഷം അത്രയേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ യാത്ര കൺഫേം ആവാത്ത ഒരാൾ വീട്ടിലിരിപ്പുണ്ട് കേട്ടോ ഞങ്ങളെയും കാത്ത്. നോക്കണ്ട ഉണ്ണിയേ, നിന്നെ കൂട്ടണില്ല കൂട്ടണില്ല. അപ്പം എന്തായാലും ഇതാ ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങി കേട്ടാ. അതെല്ലാം ഇങ്ങനെ വലിച്ചുകാരിയൊക്കെ ഇട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു ട്രിപ്പ് ഉണ്ട് ബാ എന്നൊരു വിളി വരേ വേണ്ടു. അങ്ങനെ ഒരു വിളി വരേണ്ട താമസം ഞങ്ങളിതാ ചാടി മറ്റേ ഇന്ത്യൻ സിനിമയിൽ സുകന്യ കമലഹാസന്റെ വിളി കേട്ട ഒരു ഇറക്കൂല്ലേ, അതുപോലെ തുണി എടുക്കാൻ തുടങ്ങും, ചാടാൻ തുടങ്ങും, ഓടാൻ തുടങ്ങും. അപ്പം അതാ എല്ലാം വലിച്ചുവാരി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം പാക്കിങ് ചെയ്യണം. ഇവരുടെ അച്ഛൻ്റെ മോൻ്റെത് അങ്ങോട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ കൂട്ടുന്നതുകൊണ്ട് ഇപ്പം ഭയങ്കര ഡങ്ങർ. ഒരാളത് കൂടി എക്സ്ട്രാ എടുക്കണ്ടേ. വെക്കേഷനൊന്നും നമ്മൾ എവിടെയും പോയിട്ടില്ല. അപ്പോൾ ഇന്ദ്രൻ്റെ ഷൂട്ടും കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ എവിടെയും പോകാനും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്തായാലും ഇന്ന് എല്ലാവരും പറഞ്ഞു തന്നാൽ പിന്നെ പിള്ളേരെ ഒന്ന് കൂട്ടിയേക്കാന്ന് പറഞ്ഞു ചേട്ടേക്കാം. അതുകൊണ്ട് അവൻ ഇന്നൊരു ചാൻസ് കിട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അലമാരിൻ്റെ മൂട്ടിൽ പെറ്റെടുക്കണം എന്ന് പറഞ്ഞ പോലെ ഇരിക്കണം ഇങ്ങനെ. എന്നിട്ട് വേണം ഇതൊക്കെ തുറന്ന് ഓരോന്ന് ഐറ്റംസൊക്കെ ഇങ്ങോട്ട് എടുക്കാം. അപ്പം എന്തായാലും അതിനിടയിൽ കൂടി എൻ്റെ പാചകവും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പുറം മറ്റേ ഇത് ചിക്കൻ പൊരിക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ പോയി വന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ ചിക്കൻ പൊരിക്കാനും പരിപാടിക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും വൈകുന്നേരം പിന്നെ അത് മതിയല്ലോ, വീട്ടിലൊക്കെ പരിപാടിയൊക്കെയാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ എണീച്ചിട്ട് ഒന്ന് നമുക്ക് ഒതുക്കാനൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് രാവിലെ ഒന്ന് എണീച്ചിട്ട് പോകണം. പുതിയൊരു സാധനം ഉണ്ടായിരുന്നേ, അത് ഇപ്പം അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇത് വാങ്ങിച്ചു വെച്ചിട്ട് കുറേ ദിവസങ്ങളായി, കുറേ ഒരു മാസത്തോളമായി തോന്നും. ഇത് ഇതുവരെ അടിച്ചിട്ടുമില്ല ഇട്ടിട്ടുമില്ല. അപ്പം ഇതിപ്പോൾ എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. ഒന്ന് അടിച്ചിട്ട് ഇപ്പം ഈ രാത്രി അടിച്ചിട്ട് വേണം ഇതുകൊണ്ട് നാളെ പോകാൻ വേണ്ടി. ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് കുറേ ആയോ, ഒന്നും അടിച്ചിട്ടില്ല. രണ്ട് ചുരിദാറൊക്കെ പെൻഡിങ് ഇരിക്കുകയാണ്. ഇതൊക്കെ ഇടാൻ വേണ്ടി അവസരം അപ്പോഴേക്കോ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ടാറ്റ് ഒരു 4 ചുരിദാർ അന്ന് എടുത്ത് വെച്ചതാണ് നമ്മളെ കല്യാണത്തിൻ്റെ അവസരത്തിൽ. പക്ഷെ അന്ന് ഇട്ടിട്ടില്ല, ഒരെണ്ണം മാത്രം അങ്ങനെ ഇട്ട്. പിന്നെ ഇതൊക്കെ ഇവിടെ നിന്ന് ഇരിക്കുന്നുണ്ട്. അവസരം വരട്ടെ. പിന്നെ എനിക്കിങ്ങനെ പുതിയത് പെട്ടെന്ന് അങ്ങ് പൊട്ടിക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ അതവിടെ ഉണ്ട്. അങ്ങനെ ഏറെ നേരത്തെ എടുത്തു വെക്കലും ബഹളമൊക്കെ കഴിഞ്ഞ് നേരം വെളുത്തതാണ് ഒരു 10 മണിയോട് കൂടി ഒരു ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പഴക്കമുള്ള ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ പഴയതെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഇടലൊക്കെ ഇട്ടിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. കാരണം കയ്യിൻ്റെ സൈഡ് ഒന്ന് ചെറുതായിട്ട് പിന്നിപ്പോയി. അപ്പം ഞാൻ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ആ പുതിയൊരു ഐഡിയ അനുസരിച്ച് ഞാൻ തന്നെ വെച്ചതാണ് കേട്ടോ. ഇത് അതിൻ്റെതായ അപാകതകളൊക്കെ ഉണ്ട്, പറന്നു പോകുമെന്നറിയില്ല. അപ്പോൾ എന്തായാലും അതുപോലെയൊക്കെ ഞാൻ തന്നെ ഒന്ന് വെച്ചിട്ട്, അപ്പോൾ എൻ്റെ മോനോട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ മോൻ അവിടെ ഇരുന്നിട്ട് എന്നെ പറയുന്നുണ്ട് ഇതൊന്നും പോസ്റ്റ് ചെയ്യണമെന്നാണ് അവനോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വോയിസ് തന്നെ ഇടയാണ്, ഓൺ വോയിസ് ഇട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചേട്ടാ. അപ്പം ഇനി എന്തായാലും അവിടെ ചെന്നിട്ട് അമ്മേൻ്റെ സ്പെഷ്യലൊക്കെ കാണാം. ചിക്കൻ പൊരിക്കണം പുറത്ത് കേൾക്കണുണ്ടോ? മണം കേൾക്കണുണ്ടാ? മണം കിട്ടിയ അങ്ങനെ ചോദിക്കാം. അപ്പോൾ ചിക്കൻ പൊരിക്കാനുണ്ട്, ചിക്കൻ പൊരിയാനുണ്ട്. ഇതാ വാ, കറിയായമ്മ? മാതാശ്രീ കറിയാ? അമ്മക്കറിയാം? നോക്കട്ടെ, ഇന്ന് അമ്മക്കറിയാണ്. അതന്നെ നോക്കട്ടെ. ചൂടുണ്ടാവും. നോക്കി ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടാനൊന്നുമില്ല. അങ്ങനെ വായിൽ വെക്കും. ഇപ്പൊ നഷ്ടി നിങ്ങളെ വായിൽ കേറിയിട്ട് ഹെൽമെറ്റും കൂടി ഊരിയിട്ടില്ല. നല്ല രസമുണ്ട്. നല്ല അറിയോ അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞേരി പ്രാവ്. ഹെൽമെറ്റ് ഒന്ന് ഊരട്ടെ. ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പറയാമോ? പറയാനില്ലേ? ഇതിന്റെ ഹെൽപ്പ് വേണോ? വേണ്ട. സന്ധ്യക്ക് വരുമ്പോഴേക്ക് നമുക്ക് അറിയില്ലാക്കേ എപ്പോ വന്നാലും സന്ധ്യക്ക് പണിയാനുണ്ട്. അങ്ങനെയൊന്നും കിട്ടാനല്ലേ പണി. അതുകൊണ്ടല്ലേ കൂട്ടിയത്. അതുകൊണ്ടല്ലേ ഇപ്പൊ തമിഴ്നാട്ടിൽ പോവാൻ കൂട്ടിയത്. വിളിച്ച് സെറ്റാക്കി വരുമില്ലെങ്കിലും വന്നേ മതിയാകും. നമുക്ക് നേരമില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറക്കില്ല. നമുക്ക് നേരം ഉണ്ടല്ല, നമ്മൾ ഫ്രീ ആണല്ല. അതാ ഞാൻ പറഞ്ഞ ഒരു ട്രിപ്പ് ഉണ്ട് അപ്പം റെഡിയാണ്.
അമ്മേന്റെ റസ്ക് അമ്മ അന്ന് റസ്ക് ഐസ്ക്രീം ആക്കണം എന്ന് പറഞ്ഞിട്ടതാ. റസ്ക് ഐസ്ക്രീമിൽ നിന്ന് റെസ്റ്റ് എടുക്കാനുള്ള നിങ്ങൾക്കായിരിക്കും വേണ്ടേ മക്കളെ? ഫുൾ റെസ്റ്റാ നോക്കട്ടെ. നന്ദു എടുക്കുന്നുണ്ട്. കൂടിപ്പോയാ? ശരിയായ റസ്കിന്റെ ടേസ്റ്റ് വന്നു അമ്മ. റസ്ക് ഇട്ടാ നിർത്ത റസ്ക് അമ്മ നന്ദുക്ക് റസ്ക് ഇട്ടാ. കുറച്ച് മിൽക്ക് മേഡ് കൂടിപ്പോയി. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. എന്തിനൊന്നും കാര്യമാവാത്തോണ്ടല്ലേ ഇതിവിടെ ഞാൻ ഇരിക്കണത്. എല്ലാവരും ഇവിടെ ഇരിക്കോ? അച്ഛൻ എൻ്റെ ഈ ടോപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. ഈ കയ്യെല്ലാം ഇങ്ങനെ വെച്ചത് അച്ഛനെ ഞാൻ പറഞ്ഞു. ഇത് ഞാൻ തന്നെ തയ്ച്ച് വെച്ചതാ. കണ്ട ഇത് അടിപൊളിയായില്ല അച്ഛാ? സൂപ്പറായി. എല്ലാവരും ഇപ്പൊ നമുക്കൊന്ന് പോണ്ടേ? പോണ ടീം എത്തിയിട്ടില്ല. അപ്പൊ അവരില്ലേ എന്റെ അമ്മ ഞാൻ ഉപയോഗിക്കണ്ടേ സൗണ്ട് ഉറക്കോ? എന്റെ ഉറക്കത്തിന്റെ ആഴത്തിൽ ഞാൻ വിചാരിച്ചു നിങ്ങൾ രാവിലെ കഴിഞ്ഞിട്ട് പോയി. ഇന്ന് വെളുപ്പിന് പോയിട്ടാണല്ലേ. അപ്പൊ അവര് വരുന്നുണ്ട്. ഒരു 1/4 മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അവര് പറഞ്ഞത് പെട്ടെന്ന് ഇറങ്ങാം, പാക്ക് ചെയ്തിട്ട് ഇറങ്ങാന്ന്. അയ്യോ പാക്കിങ് കൂടി കഴിഞ്ഞു. നമ്മക്കുഴപ്പം എന്തായാലും രാത്രി ആകുമ്പോ നമ്മടെ പിടിക്കും. അങ്ങനെ ആ പിടുത്തത്തിനുള്ള പോക്ക് ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടാ. സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ചായക്കട കണ്ടാൽ പിന്നെ നമ്മൾ എന്തായാലും ചായ കുടിക്കണമല്ലോ. അപ്പോൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ഒരു 4 മണി 5 മണിയോട് കൂടിയാണെന്ന് തോന്നുന്നു ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടാ. അപ്പം നമ്മൾ യാത്രകളിൽ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക അല്ലേ, അതൊരു സുഖമുള്ള ഏർപ്പാടാണ്. ഫസ്റ്റൊക്കെ ഒരു സുഖമുള്ള ഏർപ്പാടാണ്. പക്ഷേ ഒരു ദിവസം 2 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത്ര അങ്ങോട്ട് ഒരു സുഖം ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. ഫസ്റ്റത്തെ ഞങ്ങളുടെ റൂം ഇതിവിടെയാണ്. ഞങ്ങൾ പാലക്കാടാണെന്ന് തോന്നുന്നു സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ റൂം. ഞാനിവിടെ ഇങ്ങനെ കമ്മൽ ഏത് മാറ്റണം ഏതിടണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഇങ്ങനെ നിൽക്കട്ടെ. കമ്മലൊക്കെ കുറേ കെട്ടിപ്പറക്കിയൊക്കെ കൊണ്ടുപോയി. കുറേ ഒന്നും എടുത്തിട്ടില്ല, നമ്മളൊരു ഐഡിയ അനുസരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയപ്പോൾ എല്ലാം ചേരാത്ത പോലെ ആയിട്ടാ. മൊത്തത്തിലൊരു നമ്മുടെ ദുർഗത ക്യൂട്ട്നെസ്സൊക്കെ വാരി എറിഞ്ഞിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. 2 ഭാഗം മുടിയൊക്കെ കിട്ടിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ഞാൻ ഇത് തന്നെ തീരുമാനിച്ചു. കുറച്ചും കൂടി ബാക്കോട്ടേക്ക് ഷൂ ഇട്ടിട്ടേ. ഷൂ വണ്ടിയിലാണല്ലേ. ഷൂ കൂടി ഇട്ടാലേ ലുക്ക് ഉണ്ടാവും അല്ലേ? ഷൂ എടുത്തിട്ടുണ്ട്. കുഞ്ഞിങ്ങനെ സ്വഭാവം സോക്സ് എടുക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് പിന്നെ എന്തായാലും അപ്പൊ ഇങ്ങനെയായിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയാ ഉള്ളത്. പിന്നെ എന്തായാലും പോകുന്ന സ്ഥലത്ത് നിന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ വർക്കാണ്. ഒന്നും എടുക്കാനില്ല. ഒന്നും എടുക്കാനില്ല. അപ്പൊ ഈ റൂമിനോട് വിട പറയുന്നു അല്ലേ? എടുത്താ ചാവി എടുത്താ എന്നാ വാ. ഓക്കെ അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ്. ഈ റൂമിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. ഇനി ഇവരാ ഒന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടെ. അവിടെ വെച്ചോ വേണ്ട. മക്കളുണ്ടായതുകൊണ്ട് ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവനെല്ലാം കൂട്ടിയോണ്ട് അത് ലാഭായി. അതിനെ കൂട്ടിയോണ്ട് അത് ലാഭായി. പിന്നീട് അങ്ങോട്ടുള്ള കാഴ്ചകൾ എന്നെല്ലാം പറഞ്ഞാലേ ഭയങ്കര ഒരു കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചകളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയും വയനാടൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. നല്ല 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 സ്ഥലങ്ങളാണ്, അടിപൊളിയാണ്. പക്ഷേ ഇതെന്താ പറയുക, ഇത് വേറെ തന്നെ ഒരു വൈബാട്ടാ. ഇത് അതിലും എനിക്ക് തോന്നുന്നത് അതിലും കുറച്ചുകൂടി ഒരു ഭംഗിയുള്ള, ചിലപ്പോൾ നമ്മൾ ഇനിയും 1-2 പ്രാവശ്യം കൂടി പോയി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭംഗിയൊക്കെ കുറയുമായിരിക്കും. എന്നാലും ഞാൻ പറയാം ഭയങ്കര രസമുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. വ്ളോഗ് ഫോർ യുവിൽ ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ ആദ്യമൊക്കെ കിടന്ന് കുറച്ച് സമയം ഉറങ്ങി കേട്ടോ. ഞങ്ങളെ കണ്ണൂർ വിട്ട് പിന്നെ ഞങ്ങളുടെ ആ ഒരു ഏരിയകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് വിട്ടതിന് ശേഷം ഞങ്ങൾ കണ്ണും തുറന്ന് ഇങ്ങനെ ഇരുന്ന് കേട്ടോ. കാരണം ഈ കാഴ്ചകളൊന്നും കണ്ടില്ലെങ്കിൽ നമ്മൾ നഷ്ടമാവുമെന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ്. അത്രയും നല്ല അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ ചേട്ടൻ എന്തായാലും കുറേയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോസിൽ. അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും നിങ്ങളെ വീണ്ടും അതന്നെ കാണിക്കുന്നില്ല. അപ്പം ഞങ്ങൾ പിന്നെ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി എന്ത് തീറ്റി ആടേ എന്ന് ചിന്തിക്കരുത്. നമുക്ക് എന്തായാലും ഓരോ നേരം ഭക്ഷണം കഴിക്കണ്ടേ. പക്ഷെ എനിക്ക് അവിടുത്തെ ദാഹണ്ട ഇല ഭയങ്കര വലിയ ഇല
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് രാവിലെ കഴിച്ചത് മസാല ദോശയാട്ടോ. അപ്പോൾ നമ്മളെ തമിഴ്നാട്ടിലെ മസാല ദോശ കഴിച്ചില്ലെങ്കിൽ പിന്നെ ഇല്ലേ മിസ്സാക്കരുതല്ലോ. അപ്പോൾ അത് കഴിച്ചു. ഇവിടെ പറഞ്ഞാൽ വടക്ക് കുറച്ച് ക്ഷാമം വരുന്നു. സാമ്പാർ വട എന്നൊക്കെ പറഞ്ഞൊരു സംഭവമൊക്കെ കൊണ്ടുവന്നിട്ട്, പക്ഷെ അതങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ അത് കഴിഞ്ഞ് നമ്മളെ കാറ്റാടിയൊക്കെ കണ്ടു. എന്തൊരു വലുതാണെന്നറിയാം അത്. പിന്നെയും നമ്മളെ വാഴല വെറൈറ്റി നമ്മൾ അതിശയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു കേട്ടോ. വാഴല അതാ ഓരോ പ്ലേറ്റിൽ ഇങ്ങനെ നല്ല അതിനനുസരിച്ച് അവർ മുറിച്ച് കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വെച്ചേക്കണം. അതൊരു വെറൈറ്റി ആയിട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാനും പിള്ളേരും ഒക്കെ കൂടി നൂഡിൽസൊക്കെ ആയിട്ടാണ് വാങ്ങിച്ച് കഴിച്ചത്. എനിക്ക് എന്തോ ആ ബിരിയാണി തീരെ പിടിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു കളറും എന്തോ ഒരു ടേസ്റ്റൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് ടേസ്റ്റ് നോക്കാൻ പോലും അത് തോന്നിയിട്ടുണ്ടായില്ല. എനിക്ക് ആ കളറേ പിടിച്ചിട്ടില്ല. അതിനകത്ത് ആ എഗ്ഗ് മാത്രമേ എന്നെ ആകർഷിച്ചുള്ളൂ, ബാക്കി ഒന്നും ആകർഷിച്ചിട്ടില്ല. പക്ഷേ എന്താണ് തലപ്പക്കാട്ടില്ല, അപ്പം തട്ടിക്കാട്ടില്ല, ഞാൻ എന്തൊക്കെയോ ഒരു പേരൊക്കെയാണ് ഇത് പറഞ്ഞു കേട്ടോ. തപ്പനേൻ്റെ അല്ലേ കേട്ടോ ഇതുണ്ടാ. ഇതിന് മുട്ടുമ്പോൾ തന്നെ നമ്മളെ ചേട്ടാ പറഞ്ഞത് നമ്മൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൊക്കെ തുളഞ്ഞു എന്ന് പറഞ്ഞു. കണ്ണൊക്കെ തുളഞ്ഞു അന്ന് ഇവിടെയുള്ള നല്ല വെയിലാട്ടാ. കണ്ട കണ്ണ് പോട്ടാ. എടാ കണ്ണ് നോക്കി കിടക്കണം. കണ്ണ് അരവും സാധനം വന്ന് കൊണ്ടാട്ടല്ല. അതണ്ട നല്ല അരവുണ്ട്. ശരിയാണ് പറഞ്ഞത്, സംഭവം ശരിയാ. ഈ തപ്പനകൾ നിന്നെ നോക്കി ഈത്തപ്പഴം ലൈവായിട്ട് ഞാൻ ഇപ്പോഴാട്ടോ ഇത് കാണുന്നത്. രസമുണ്ടാ പറഞ്ഞ അങ്ങനെ പറിക്ക. അയ്യോ എന്ത് രസമല്ലേ കാണാൻ. കൊല കിടക്കണേ. നമുക്ക് എന്തൊരു ഇത് പറിച്ചോണ്ട് ഷോർട്സ് എടുക്കണേ. ഒന്ന് പറിക്കട്ടെ. ഇതന്നെ എടുക്കണത് ഇവിടുന്ന് കണ്ടില്ല അങ്ങോട്ടൊക്കെ കണ്ടോ അവിടെ അങ്ങോട്ട് ഇവിടെ തണലുണ്ട്. ഈത്തപ്പഴം എനിക്ക് വിശ്വസിക്കാൻ പറ്റണല്ലോ ഇത് ഈത്തപ്പഴമാണെന്ന്. ഞാൻ ഈത്തപ്പഴം ഇല്ലാന്നല്ല പറഞ്ഞേ, ഇത് ഈത്തപ്പഴമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഞാൻ രണ്ടെണ്ണം പറിച്ചെടുത്തു. ഓ കൊട്ടടി അവർക്കും മധുരം അല്ലേ? ആ ശരിയാണ്. അവര് നമുക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടു തന്നെ ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടാകണ്ട. സ്വീറ്റ് ഞാനാണ് ഞാൻ എൻ്റെ മിസ്റ്റേക്ക്. ഇത് പിടിച്ചേക്ക്. മൈ മിസ്റ്റേക്ക്. ഒക്കെ കൊടുക്കാം. high quality Super. Know this before when I was Saudi Arabia, that time I take good ഇത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഗുഡ് അല്ല എനിക്ക് ഗുഡ് നമുക്കിത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ചേട്ടാ എന്താ പറഞ്ഞ ഓരോന്നോരോന്നിൻ്റെ പോക്കറ്റിലോട്ട് തള്ളയണ്ട. ഇതാ സൂക്ഷിച്ച് വെച്ചിട്ട് ഇതാ ഓരോന്നോരോന്ന് പോക്കറ്റിലോട്ട് കണ്ട സേഫ്. അപ്പോൾ അതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി ഒക്കെ പരമാവധി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഒരു ഷോട്ടിലൊക്കെ എടുത്ത് വെച്ചേക്കാം. അതെടുത്തിട്ടുണ്ട് സൂപ്പർ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വിസ്മയ കാഴ്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഭക്ഷണം കഴിക്കാൻ കയറി. എന്തായാലും വേണമല്ലോ. അതൊക്കെ കഴിഞ്ഞ് അതൊന്നും പിന്നെ കാണിക്കുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വന്നത് ഹോട്ടൽ മാരിയറ്റിലേക്കാണ് കേട്ടോ. ഹോട്ടൽ മാരിയറ്റിലേക്ക് ഞാൻ ആദ്യമായിട്ട് കയറുന്ന കേട്ടോ. നമ്മളെ എന്തോ ഒരു ജീവിതത്തിലൊരു ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ ഹോട്ടൽ മാരിയറ്റൊക്കെ. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊന്ന് കയറാമെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ ദൈവത്തോട് നന്ദി പറയുന്നു ഇങ്ങനൊരു അവസരം തന്നതിന്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക ഇവിടുത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മൾ റൂമിലേക്കൊന്ന് വന്നു. പിന്നെ ഫുൾ റെസ്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഇന്നത്തെ ഷൂട്ട് മുഴുവൻ നല്ല പൊരിഞ്ഞ വെയിലത്തായിരുന്നു കേട്ടോ. നമ്മളെ റൂമിൽ ഇതാ ഇങ്ങനെ ഇട്ടും കൊണ്ട് പോയേക്കാം ഓരോന്ന് കിടക്കണമൊക്കെ.
ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. കാരണം ഡ്രസ് ചേഞ്ച് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം ലഗേജ് ഒന്നും എത്തിയിട്ടില്ല. ലഗേജ് എത്തണം അത്ര. നമ്മളെ ബെഡ്റൂമൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണെന്നല്ല, ഇതാണ് അല്ലേ. അടിപൊളിയായിട്ട് റൂമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വിശ്രാമം. ഇന്നലെ പാലക്കാട് അല്ലേ. ഇന്ന് കോയമ്പത്തൂര്. ഇന്തപ്പനകൾ നിന്നെ നോക്കി. അപ്പം എന്തായാലും നാളെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം അല്ലേ. രാവിലെ ചായയൊക്കെ വെക്കണം. അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പാലക്കാടത്തെ ആ റൂമിൽ നമുക്ക് അത് ഉണ്ടായിട്ടില്ല അല്ലേ. അത് ചായ വെക്കേണ്ട സെറ്റപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് നോർമലായിട്ട് അങ്ങോട്ട് പോകാം. അപ്പം രാവിലെ കാണാം അല്ലേ. ഏത് ഹോട്ടലിൽ ചെന്നാലും എന്തെങ്കിലും അപാകത എനിക്ക് സംഭവിക്കും. ഇത് കത്തിപ്പോവാഞ്ഞ ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. കാര്യം തേപ്പൊട്ടി ഇസ്തിരിപ്പെട്ടീൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല, എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഏകദേശം ഒപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പറ്റിയെന്ന്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഈ വ്ളോഗിൽ ഇത്രയും ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ അടുത്ത വ്ളോഗ് നമുക്ക് എന്തായാലും വഴിയെ കാണാം. ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ചായയൊക്കെ വെച്ച് ഫ്രഷ് ആവാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.